ഹീറോ ഒരു ലോറി ഡ്രൈവർ ആണ്. കണ്ടാൽ ഒരു വില്ലനെ പോലെ ഇരിക്കുമെങ്കിലും ഇപ്പോൾ അയാൾ ഒരു പാവമാണ്. അയാൾ തന്റെ എല്ലാ ഹീറോയിസവും നിർത്തി നല്ല പുള്ളിയായി ജീവിക്കുകയായിരുന്നു. ഹീറോ ചന്ദ്രന്റെ കൂട്ടുകാരനാണ് പ്രേമൻ. എല്ലാ കാര്യത്തിനും ഹീറോയുടെ കൂടെ ഈ പ്രേമനും ഉണ്ടാകും. ആളൊരു തരികിടയാണ് കേട്ടോ. എല്ലാ തരികിടകളിലും ചെന്ന് ചാടുകയും അവിടെ നിന്നെല്ലാം ചന്ദ്രൻ അയാളെ രക്ഷിച്ചു കൊണ്ടുവരികയും ചെയ്യും. എന്നാൽ സത്യസന്ധം അല്ലാത്ത കാര്യങ്ങൾക്ക് അയാൾ ഉപദേശിക്കുകയും പണി കൊടുക്കുകയും ചെയ്യും. അതിനൊരു ഉദാഹരണമാണ് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കള്ളക്കളി കളിച്ച അവനെ കളിക്കാരിൽ ഒരാൾ തല്ലാൻ പിടിക്കുകയും അവൻ ഓടി ചന്ദ്രന്റെ അടുത്ത് വരികയും ചെയ്യുന്നു. പക്ഷേ ചന്ദ്രൻ അയാളോട് കാര്യം അന്വേഷിക്കുകയും കാര്യം പറയുമ്പോൾ നീ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് അയാൾ വന്ന ആളോട് അയാളെ അരയ്ക്ക് കീഴ്പ്പെട്ട് തല്ലിക്കോളൂ എന്ന് പറഞ്ഞ് ഒരു വടി അവൻ തന്നെ അയാളുടെ കയ്യിൽ കൊടുത്ത് അവനെ തല്ലിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചന്ദ്രന്റെ അളിയൻ അയാളുടെ അടുത്തേക്ക് വരുന്നത്. വളരെ സന്തോഷത്തോടു കൂടെ ചന്ദ്രൻ അയാളെ സ്വീകരിക്കുന്നു. പക്ഷെ അയാളുടെ ഉദ്ദേശം വേറെയായിരുന്നു. ചന്ദ്രന് 7 ലോറികൾ ഉണ്ടായിരുന്നെന്നും അത് അവൻ ചീട്ടുകളിയിലൂടെ ഉണ്ടാക്കിയതാണെന്നും ഈ അളിയന് അറിയാമായിരുന്നു. അതെല്ലാം തകർന്ന് ഇപ്പോൾ ഒന്നുമില്ലാതെ ജീവിക്കുകയാണ് ചന്ദ്രൻ. ആ ചീട്ടുകളി വീണ്ടും തുടങ്ങി ആദ്യത്തെ പോലെ സമ്പാദിക്കാനും അതിന് വേണ്ടുന്ന പണം ഞാൻ മുടക്കിക്കൊള്ളാമെന്നും അയാൾ പറയുന്നു. ഇത് കേട്ട് ചന്ദ്രൻ അയാളോട് ദേഷ്യപ്പെടുന്നുണ്ട്. താൻ ഒരിക്കൽ ശത്രുക്കളുടെ വെട്ടുകൊണ്ട് ബോധമില്ലാതെ കുറെ ദിവസം ആശുപത്രി കിടന്നിട്ടുണ്ടെന്നും അപ്പോൾ ഒന്നും ഒരു അളിയനെയും പെങ്ങളെയും അമ്മയെയും ഒന്നും കണ്ടിട്ടില്ല എന്നും താൻ ഈ നിലയിൽ ആയത് തന്റെ കുടുംബത്തിന് വേണ്ടി ആയിരുന്നു എന്നും അവർക്കെല്ലാവർക്കും തന്റെ കാശ് മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ എന്നും തന്നെ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കാതിരുന്നപ്പോൾ ഒരാൾ മാത്രമേ തന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്നും അയാൾ ഇല്ലായിരുന്നുവെങ്കിൽ താൻ ഇന്ന് ജീവിച്ചിരിക്കില്ലായിരുന്നു എന്നും തന്റെ കൂട്ടുകാരനെ നോക്കി അയാൾ പറയുന്നുണ്ട്. താൻ ഇനി അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നും പോയി പെടില്ല എന്നും അതിനുവേണ്ടി ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നും എന്റെ പെണ്ണ് ഇതിനാൽ എവിടെയാണെന്ന് പോലും തനിക്ക് അറിയില്ല എന്നും ചന്ദ്രൻ അയാളോട് ദേഷ്യപ്പെട്ട് അയാളെ അവിടെ നിന്നും പറഞ്ഞയക്കും. അങ്ങനെ ഇരിക്കെ ചന്ദ്രനെ ഒരു ഓട്ടം വരികയും ദൂരേക്ക് ഒരു ഓട്ടം പോകുകയും ചെയ്യുന്നു. അവിടെ നിന്നും അയാൾ ഒരു ക്ലബിൽ പോകുകയും ഈ ക്ലബ്ബാണ് തന്റെ ജീവിതം നശിപ്പിച്ചതെന്നും അയാൾ പ്രേമനോട് പറയുന്നുണ്ട്. അവിടെ ചെന്ന് ചന്ദ്രൻ ഒരു സ്ത്രീയോട് ഗോപൻ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീ പറയുന്നു അയാൾ ഇങ്ങോട്ട് വരാറില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അപ്പുറത്ത് ഗോപൻ വന്നു നിൽക്കുന്നത് ചന്ദ്രൻ കാണുന്നു. ചന്ദ്രൻ അയാളെ അവിടെയിട്ട് കുറെ തല്ലുകയും ഗിരി എവിടെയാണെന്ന് അറിയണമെന്നും എന്റെ ജീവിതം തകർത്തിട്ട് അവനെ അങ്ങനെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല എന്നും അവൻ അയാളോട് പറയുന്നു. അയാൾ പറയുന്നുണ്ട് എനിക്കറിയില്ല എന്നും ഗിരിയുമായിട്ട് ഞാൻ ഇപ്പോൾ ഒരു അടുപ്പവുമില്ല എന്നും ഗിരിയെ കണ്ടിട്ട് വർഷങ്ങളായ എന്നും ചന്ദ്രനോട് പറയുന്നു. ഗിരിയെ കിട്ടിയാലേ എന്റെ പെണ്ണ് എവിടെയാണെന്ന് എനിക്കറിയാൻ പറ്റുകയുള്ളൂ എന്ന് ചന്ദ്രൻ അയാളോട് പറയുന്നുണ്ട്. എവിടെയായാലും താൻ കണ്ടുപിടിക്കുമെന്നും അവനെ തീർത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്നും പറഞ്ഞ് ചന്ദ്രൻ തിരിച്ചു പോകുന്നതിനിടയിൽ ഒരു പെൺകുട്ടി വണ്ടിക്ക് വട്ടം ചാടി ആക്സിഡന്റ് ഉണ്ടാകുകയും ചെയ്യുന്നു. ഉടൻ തന്നെ അവളെ വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കുമ്പോഴേക്കും കുറെ ആളുകൾ അങ്ങോട്ട് വരികയും അവളെ വിട്ടു തന്നേക്കൂ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതൊന്നും കേൾക്കാതെ ചന്ദ്രൻ വണ്ടി എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും പ്രേമനെ കൂട്ടിരുത്തി അയാൾ ലോഡും കൊണ്ട് പോകുകയും ചെയ്യുന്നു. പിന്നീട് ചന്ദ്രൻ ലോഡെല്ലാം ഇറക്കി തിരിച്ച് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ പ്രേമനെയും ആ പെൺകുട്ടിയെയും അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. അവൻ അവന്റെ ഭാര്യയെ കണ്ടെത്തിയിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ എവിടെ നിന്നായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? ഇതിന്റെ നെക്സ്റ്റ് പാർട്ടിന് വേണ്ടിയിട്ട് ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.